1973 അമേരിക്കൻ സൈക്കാട്രി അസോസിയേഷൻ പ്രഖ്യാപിച്ച ഒരു ധാർമ്മിക മാർഗനിർദ്ദേശമാണ് ഗോഡ് വാട്ടർ റൂൾ. മനോരോഗ വിദഗ്ധർ വ്യക്തിപരമായി പരിശോധിക്കാത്തതും ചർച്ച ചെയ്യാൻ സമ്മതമില്ലാത്തതുമായ ഒരു പൊതുവ്യക്തിയുടെ മാനസികാരോഗ്യത്തെക്കുറിച്ച് ഒരു പ്രൊഫഷണൽ അഭിപ്രായം നൽകുന്നത് അനീതിയാണെന്നാണ് ഇതിൽ പറയുന്നത്. പക്ഷേ നെപ്പോളിയൻ, ഹിറ്റ്ലർ, മുസോളിനി തുടങ്ങിയവർ ഉൾപ്പെടെയുള്ള പലരെയും കുറിച്ച് അങ്ങനെ രോഗനിർണയം നടത്തിയ ചരിത്രമുണ്ട്. ഉഗാണ്ടയുടെ ഭരണാധികാരിയായിരുന്ന ഈദി അമീനെക്കുറിച്ച് അമേരിക്കൻ മനഃശാസ്ത്രജ്ഞർ തന്നെ പിന്നീട് ഇതേ തരത്തിൽ മാനസിക വിശകലനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ തന്നെ ആ ധാർമ്മികത ലംഘിച്ചു എന്നർത്ഥം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു മനോരോഗിയാണോ എന്നൊരു സംശയം എന്നിൽ ബലപ്പെടുന്നത്. എങ്കിൽ അതേക്കുറിച്ച് അന്വേഷിക്കാമെന്ന് വെച്ചപ്പോഴാണ് അതെൻ്റെ മാത്രം സംശയമല്ല, ലോകത്തിലെ പ്രസിദ്ധരായ മനഃശാസ്ത്രജ്ഞർ, മാനസികാരോഗ്യ വിദഗ്ധർ, രാഷ്ട്രീയ വ്യാഖ്യാതാക്കൾ എന്നിവർക്കിടയിൽ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളുടെയും വിശകലനങ്ങളുടെയും ഊഹാപോഹങ്ങളുടെയും ഒരു വിഷയമാണ് എന്നെനിക്ക് മനസ്സിലാകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി മനഃശാസ്ത്രജ്ഞർ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം മനോരോഗ സ്വഭാവവിശേഷങ്ങളെ അടിസ്ഥാനമാക്കി വിശകലനം ചെയ്തിട്ടുമുണ്ട്. ഇതിൽ പ്രധാനിയാണ് ഓക്സ്ഫോർഡിലെ പ്രമുഖ മനഃശാസ്ത്രജ്ഞനായ ഡോക്ടർ കെവിൻ ഡട്ടൺ. ട്രംപിന് ശക്തമായ മനോരോഗ പ്രവണതകൾ ഉണ്ടെന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് പ്രശസ്തി, സാമൂഹിക സ്വാധീനം, നിർഭയത്വം എന്നീ മേഖലകളിൽ അദ്ദേഹം ഒരു സൈക്കോപാത്താണെന്നാണ് കണ്ടെത്തൽ. ഇത് കണ്ടെത്തിയ ഡോക്ടർ കെവിൻ ഡട്ടൺ ചില്ലറക്കാരനല്ല. മനുഷ്യൻ്റെ പെരുമാറ്റവും ഉൾപ്രേരണകളും സംബന്ധിച്ച പഠനത്തിൽ ബ്രിട്ടനിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വിദഗ്ധനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലിനെ കേവലം ഒരു അഭിപ്രായ പ്രകടനമായി തള്ളിക്കളയാനാവില്ല. ഇനി ഡോക്ടർ കെവിൻ ഡട്ടൺ മാത്രമല്ല, ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലെ നിരവധി മനഃശാസ്ത്രജ്ഞർ ട്രംപിന് SPD എന്നറിയപ്പെടുന്ന ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെന്നാണ് വിലയിരുത്തുന്നത്. ഇത്തരക്കാർ സാമൂഹിക മാനദണ്ഡങ്ങളും നിയമങ്ങളും പാലിക്കുന്നതിൽ പരാജയപ്പെടുകയും അത് തങ്ങളുടെ അവകാശവും അഭിമാനവുമായി കാണുകയും ചെയ്യും. എന്ന് മാത്രമല്ല, ആവർത്തിച്ചുള്ള നുണ പറയുന്ന പ്രവണത ഇവരിൽ കൂടുതലുമായിരിക്കും. തൻ്റെ സുരക്ഷയിലും പേരിലും പ്രസിദ്ധിയിലും മാത്രമായിരിക്കും ഇവർ ശ്രദ്ധിക്കുന്നത്. അതിനായി മറ്റുള്ളവരുടെ സുരക്ഷയെക്കുറിച്ച് ഇവർ അശ്രദ്ധമായ അവഗണന കാണിക്കുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. ഇതുകൊണ്ടാണ് ട്രംപ് സാമൂഹിക വിരുദ്ധ വ്യക്തിത്വ വൈകല്യം പ്രകടിപ്പിക്കുന്നതെന്നും മനഃശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നു. ട്രംപ് പലപ്പോഴും സാമൂഹിക വിരുദ്ധം അല്ലെങ്കിൽ മനോരോഗി എന്ന് വിളിക്കപ്പെടുന്ന സ്വഭാവ വൈകല്യങ്ങൾ കാണിക്കുന്നുണ്ടെന്നാണ് നിരവധി മാനസികാരോഗ്യ വിദഗ്ധർ വിലയിരുത്തുന്നത്. അതുപോലെ ട്രംപിന് മാരകമായ നാർസിസം എന്ന മാനസിക രോഗമുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. തന്നെ അമിതമായി സ്നേഹിക്കുന്നതാണ് നാർസിസത്തിൻ്റെ പ്രത്യേകത. തന്നിലേക്ക് പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഇത്തരക്കാർ കടുത്ത സ്വാർത്ഥന്മാരായിരിക്കും. അതിരുവിട്ട നാർസിസം, ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, പാരനോയ, സാഡിസം എന്നിവയുടെ സംയോജനമാണ്. ഏത് പാതകങ്ങൾ ചെയ്താലും പശ്ചാത്താപമില്ലാത്ത ട്രംപിൻ്റെ മനോഭാവം, അതിരുവിട്ട ആവേശം, ഉത്തരവാദിത്തമില്ലായ്മ, എതിരാളികളിൽ ആധിപത്യം സ്ഥാപിക്കാനോ അവരെ നശിപ്പിക്കാനോ ഉള്ള പ്രവണത എന്നിവ ഒരു മനോരോഗിയുടെ വ്യക്തിത്വത്തിൻ്റെ തെളിവായി അവർ എടുത്തു കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ചില വിദഗ്ധർ ട്രംപിൻ്റെ പെരുമാറ്റം വളരെ കണക്കുകൂട്ടലുകൾ ഉള്ളതാണെന്നും കഠിനമായ വിനാശകരമായ വ്യക്തിത്വ വൈകല്യത്തെ സൂചിപ്പിക്കുന്നുവെന്നും വാദിക്കുന്നുണ്ട്. മറ്റുള്ളവർ അദ്ദേഹം നാർസിസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം ജനങ്ങളുടെ പ്രതിനിധിയാണെന്ന് വാദിക്കുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം കേവലം പാരമ്പര്യേതരമാണെന്നാണ് വിലയിരുത്തുന്നത്. ഇത് പറയുന്നത് ഡോക്ടർ കെവിൻ ഡട്ടൺ മാത്രമാണെങ്കിൽ അവഗണിക്കാമായിരുന്നു. പക്ഷേ ഒന്നല്ല, ഒട്ടനവധി മനഃശാസ്ത്രജ്ഞരാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഇറാനിലെ യുദ്ധത്തോടെ അത് പാരമ്യത്തിലെത്തുകയാണ്. ഡെമോക്രാറ്റുകൾ കോമാളിയായ പ്രസിഡന്റ് എന്ന് അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ പോപ്പ് ലിയോ 14 പോലും ട്രംപിൻ്റെ പോരാട്ട വീര്യം യഥാർത്ഥത്തിൽ അസ്വീകാര്യമാണ് എന്ന് പ്രഖ്യാപിക്കുകയും അഭൂതപൂർവമായൊരു സാഹചര്യമാണ് അദ്ദേഹം സൃഷ്ടിച്ചതെന്ന് വിമർശിക്കുകയും ചെയ്തതോടെ നിൽക്കക്കളിയില്ലാത്ത അവസ്ഥയിലാണ് ട്രംപ്. താൻ നന്മ ചെയ്യുന്നുവെന്ന് വിശ്വസിച്ച് തിന്മ ചെയ്യുന്നൊരു മനുഷ്യൻ ലോകത്തെ നശിപ്പിക്കുമെന്ന മൈക്ക് വാസോസ്കിയുടെ വചനങ്ങൾ ഇവിടെ സത്യമായി ഭവിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, അമേരിക്കയുടെ കാര്യം. ഒരു സൈക്കോപാത്തിൻ്റെ കയ്യിലാണ് ആ രാജ്യം ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്ന ആ നാട്ടുകാർ മാത്രമല്ല, ലോകം മുഴുവനുമാണ്. കഷ്ടം. ഇനി എന്തെല്ലാം വിനാശങ്ങളാണ് ഇയാളിൽ നിന്നും ഉണ്ടാകുന്നതെന്ന് കണ്ടറിയാം. അതൊടുവിൽ ലോകനാശത്തിന് കാരണമാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം.